ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ അറിവിന്റെ ആഘോഷം. Good afternoon, namaskaram and welcome to Loudspeaker with RJ ഏലിക്കുട്ടി. ഇന്നത്തെ ലൗഡ് സ്പീക്കർ ഈസ് ഫോക്കസ്ഡ് ഓൺ ഹെൽത്ത്, സോ ദാറ്റ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഹൃദയാഘാത ചികിത്സയെയും അതിന്റെ പ്രതിരോധത്തെ പറ്റിയും ഒക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് ഇത് നമ്മുടെ കൂടെയുള്ളത് കൊല്ലം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അരുൺ ജെ ആണ്. വെൽക്കം സാർ, വെൽക്കം ടു ദി ഷോ. അപ്പൊ നമ്മൾക്ക് ആദ്യമേ തന്നെ ഹാർട്ട് പ്രോബ്ലംസിനെ പറ്റി സംസാരിച്ച് തുടങ്ങാം. ഇപ്പൊ നമ്മൾ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഹാർട്ട് പ്രോബ്ലംസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് എൽഡർ ആൾക്കാർക്കാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് സാർ ഈ ഒരു മാറ്റം ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? ഇപ്പോൾ റീസെന്റ് നമ്മൾ കൂടുതൽ ന്യൂസ് കേൾക്കുന്നുണ്ട്. ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരിക, അത്ലറ്റ്സ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരിക എന്നുള്ള കാര്യം. ഹാർട്ട് അറ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൃദയാഘാതമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഹൃദയാഘാതവും പിന്നെ അതുപോലെ തന്നെ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയസ്തംഭനം. ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാർഡിയക് അറസ്റ്റ് ഓർ ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് ഹൃദയാഘാതം കൊണ്ടുണ്ടാകാം, വേറെയും കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. ഇപ്പോൾ യങ് ജനറേഷൻസ് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതൊരു ഹൃദയാഘാതമായിക്കൊള്ളണമെന്നില്ല. ഒരുപാട് കാരണങ്ങൾ സഡൻ കാർഡിയക് ഡെത്തിന് ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ഘടനാപരമായ അസുഖങ്ങൾ ഹൃദയത്തിനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ തന്നെ ഇലക്ട്രിക്കലായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരിക്കാം. പിന്നെ ഹൃദയത്തിൻ്റെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും, അതായത് ഹൃദയത്തിൻ്റെ രക്തക്കുഴലിലുണ്ടാകുന്ന ബ്ലോക്ക് കൊണ്ടും വരാം. ഇങ്ങനെ പല കാരണങ്ങളാണ് ഈ ഒരു ഹൃദയസ്തംഭനത്തിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റഡീസ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ യങ്ങസ്റ്റേഴ്സിന് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടാക്കുന്നത് സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്. അതായത് ഹാർട്ടിന്റെ മസിലിന്റെ ഡാമേജ്, ജനിതകപരമായിട്ട് മസിലിന് ഹൈപ്പർട്രോഫി അടിക്കുക, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്നാണ് അതിന് ഡിസീസിനെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞാൽ ജനിതകപരമായിട്ട് മസിലിന്റെ ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നു. അങ്ങനെ ഹൈപ്പർട്രോഫി ഉണ്ടാകുന്ന ആൾക്കാർ ഏകദേശം അഡോളസെന്റ് ഗ്രൂപ്പ്, ഏകദേശം ഒരു ബിലോ 30 ഇയേഴ്സിൽപ്പെട്ട ആൾക്കാർക്ക് എക്സേർഷൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടാകാം. സഡൻ കാർഡിയക് ഡെത്തിന്റെ കാരണം അതൊരു അരിത്മിയ ആയിരിക്കും. അരിത്മിയ എന്ന് ഉദ്ദേശിക്കുന്ന ഹൃദയത്തിന്റെ താളം തെറ്റിയിടിക്കുന്നതായിരിക്കാം. അപ്പൊ അതാണ് നമ്പർ 1 ആയിട്ടുള്ള ഒരു കാരണം. പ്രത്യക്ഷത്തിൽ അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടേക്കാം, ശ്വാസം മുട്ട് അനുഭവപ്പെട്ടേക്കാം, ഹൃദയത്തിന്റെ ഇടിപ്പായിട്ട് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ മുൻകൂട്ടി തന്നെ ഒരു ECG അല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് ചെയ്ത് ജനിതകപരമായി ഇങ്ങനെ ഒരു അസുഖം നമുക്കുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. പ്രത്യേകിച്ച് ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ സഡൻ കാർഡിയക് ഡെത്ത് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ കൂടുതലായിട്ട് എക്സേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് എന്ന് പറയും. അതായത് ഹൃദയത്തിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ്. അത് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരും അതും ജനിതകപരമായിട്ടുള്ള ഒരു തരം അസുഖം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ECG എടുത്തിട്ട് അങ്ങനെ പ്രോണായിട്ടുള്ള ആൾക്കാരാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പോൾ ഈ 2 കാരണങ്ങൾ കഴിഞ്ഞാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് അഥവാ കൊറോണറി ആർട്ടറി ഡിസീസ്, അതായത് ഹാർട്ടിൻ്റെ രക്തക്കുഴലിന് ബ്ലോക്ക് വരുന്ന അവസ്ഥ വരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ആദ്യം വിചാരിക്കുന്ന ഹൃദയം സഡൻ കാർഡിയക് ഡെത്ത് ആദ്യം വിചാരിക്കുന്ന ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ്. പക്ഷെ അത് ഈ കാരണങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു കാരണം വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതം യങ് ജനറേഷൻസിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ സിനാരിയോയിൽ നമ്മൾ ഇങ്ങനൊരു യങ് ജനറേഷനിൽ ഹൃദയാഘാതം സംഭവിക്കാം. പിന്നെയുള്ളത് ഡ്രഗ്, നമ്മൾ അഡിക്ഷൻസ് ഉള്ള കൊക്കൈൻ പോലുള്ള അഡിക്ഷൻസ് ഉള്ള ആൾക്കാർക്കും യങ് ജനറേഷൻ ഹൃദയാഘാതം സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മുമ്പത്തെ ലൈഫ് സ്റ്റൈൽ പോലെയല്ല നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ. കൂടുതൽ ആൾക്കാരും സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. പിന്നെ അത് മാത്രമല്ല ഡയറ്റിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ ഇല്ലായ്മ, ഫാസ്റ്റ് ഫുഡ്, ഉപയോഗിക്കുന്ന എണ്ണ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, പിന്നെ എക്സസൈസ് ഇല്ലായ്മ, സെഡൻഡറി ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹൃദയാഘാതത്തിൻ്റെ വേറെ കാരണങ്ങൾ. പിന്നെയുള്ള സ്ട്രെസ്സാണ്. മെൻ്റൽ സ്ട്രെസ്സ് എന്നുള്ളതാണ് പിന്നെ ഒരു കാരണം.
ഉറക്കമില്ലായ്മ, മെന്റൽ സ്ട്രെസ്, ഇതൊക്കെ ഒരു കാരണമാണ്. അപ്പം നമുക്കറിയാം ഈ ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവർ മെഡിക്കേഷൻസ് എടുക്കുന്നത് ഒരു ലോങ് ടൈമിലേക്കാണ് ഈ മെഡിക്കേഷൻ എടുക്കുന്നത്. അപ്പം ഹൗ ഇമ്പോർട്ടൻറ്റ് ഈ ഒരു കറക്റ്റ് സമയത്ത് കറക്റ്റ് മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളത് എത്രത്തോളം ഹാർട്ട് പ്രോബ്ലംസ് ഉള്ളവരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഹാർട്ടിന്റെ മെഡിസിൻസ് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പിൽ പെടാം. ഒന്ന് പ്രിവെന്റീവ് മെഡിസിൻസ്, നമുക്ക് ഒരു അസുഖം പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യുക, ഹാർട്ടിന്റെ അരിത്മിയാസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് പ്രിവെന്റ് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെഡിസിൻസും ഉണ്ട്. പ്രിവെന്റീവ് മെഡിസിൻസ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിൻസ് എന്ന് പറയും. അതായത് കൊളസ്ട്രോളിന്റെ മെഡിസിൻസ് ആണ്. അപ്പം നമുക്ക് ഹൃദയാഘാതം ഉണ്ടാക്കുന്ന മെയിൻലി രക്തക്കൊയിലുകളിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അതിന്റെ കാരണം കൊണ്ടാണ് നമുക്ക് ഹൃദയത്തിന്റെ രക്തക്കൊയിൽ അടഞ്ഞു പോകുന്നത്. അപ്പോൾ പ്രിവെന്റീവായിട്ട് നമുക്ക് ഈ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് സ്റ്റാറ്റിൻസ് ഗ്രൂപ്പിലുള്ള ഗുളികകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിറോസ്ക്ലോറോസിസ് അഥവാ ഹാർട്ട് അറ്റാക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ ആർക്കാണ് ഈ സ്റ്റാറ്റിൻ ഗുളിക കൊടുക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്ക് പ്രോൺ ആണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അല്ലെങ്കിൽ ഹൃദയാഘാതം പ്രോൺ ആണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അപ്പം നമ്മളൊരു കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ അതിലേറ്റവും നമ്മൾ പറയുന്ന LDL കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും. അപ്പോൾ ബാഡ് കൊളസ്ട്രോൾ മോർ ദാൻ 190 മുകളിൽ ബാഡ് കൊളസ്ട്രോൾ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കൊളസ്ട്രോൾ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി, നമുക്ക് 190 മുകളിൽ പിന്നെ കൊളസ്ട്രോൾ ഇല്ല, പക്ഷെ നമ്മൾ ഡയബറ്റിക് ആണ്, ഡയബറ്റിക് പേഷ്യന്റ് ആണ്, ഷുഗർ ഉള്ള പേഷ്യന്റ് ആണ്, 40 മുതൽ 75 വയസ്സിന് പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഡയബറ്റിസ് ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആണെങ്കിലും കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നതാണ് ഉത്തമം. പ്രിവെന്റീവ് മെഡിസിൻ ആയിട്ട് കഴിക്കുന്നതാണ് ഉത്തമം. പിന്നെ ഉള്ളത് ഡയബറ്റീസും ഇല്ല, എന്നാൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതലുമല്ല, 190 കൂടുതലുമല്ല, പക്ഷെ 40 മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇനി കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നറിയുന്നത് നമ്മൾ ഒരു റിസ്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തതാണ്. റിസ്ക് സ്കോർ എന്ന് പറയുമ്പോൾ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ പൂൾഡ് കൊഹോർട്ട് ഇക്വേഷൻ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അപ്പോൾ നമുക്ക് 10 വർഷത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ 20%, അപ്പോൾ 20% മുകളിൽ റിസ്ക് സ്കോർ ഉള്ള ആൾക്കാർ ഹൈലി പ്രോൺ ആണ്, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ പ്രോൺ ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്തായാലും ഈ പറയുന്ന സ്റ്റാറ്റിൻസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഈ 5% താഴെയാണ് റിസ്ക് എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഹൃദയത്തെ ഈ പ്രിവെന്റീവ് മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമില്ല. 5 മുതൽ 20% വരെയാണ്, അത് ഒരു ഇന്റർമീഡിയറ്റ് കാറ്റഗറിയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ എന്നറിയുന്നത് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് കൂടെ നോക്കിയിട്ടാണ്. അതിലൊന്ന്, നമ്മുടെ ഫാമിലിയിൽ ഏതെങ്കിലും സഡൻ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് സഡൻ കാർഡിയക് ഡെത്ത് മരിച്ച് ഉള്ള ആൾക്കാരുണ്ടോ, ഫാമിലി ഹിസ്റ്ററി, സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, പിന്നെ പെർസിസ്റ്റൻ്റ് ആയിട്ട് LDL നമ്മൾ ഒരു 190 റേഞ്ചിലല്ല, എന്നാലും ഏകദേശം ഹയർ റേഞ്ചിൽ മോർ ദാൻ 100 റേഞ്ചിൽ നിൽക്കുന്ന ആൾക്കാർ, കിഡ്നി അസുഖമുള്ള ആൾക്കാർ, പിന്നെ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും, ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ ഫെമിലിയറായിട്ട് കൊളസ്ട്രോൾ അസുഖങ്ങളുള്ള ആൾക്കാർ, ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഹൈ റിസ്ക് ആണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്റർമീഡിയറ്റ് റിസ്ക് ആണെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് അഡീഷണൽ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രിവെന്റീവായിട്ട് ഈ പറഞ്ഞ സ്റ്റാറ്റിൻസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വെരി ഹൈ റിസ്ക് ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്റ്റാറ്റിൻ്റെ കൂടെ തന്നെ എക്കോസ്പിരിൻ ഗുളികൾ, ആസ്പിരിൻ ഗ്രൂപ്പിൽപ്പെട്ട ഗുളികൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രിവെന്റീവായിട്ട് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക, BP ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, പിന്നെ കൊളസ്ട്രോൾ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, പിന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് 100% ഒഴിവാക്കുക, പിന്നെ റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കാറ്റഗറിയാണ്. ഓൾറെഡി ഹാർട്ടിന് പ്രോബ്ലം വന്നു, ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഹാർട്ടിൻ്റെ പ്രോബ്ലംസിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ലൈഫ് ലോങ് മെഡിസിൻസ് ആയിരിക്കും. അതെ, പ്രത്യേകിച്ച് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് ഒരിക്കൽ കൂടെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ക്ലോട്ടിങ്, ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറയും, ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് ഗ്രൂപ്പിൽപ്പെട്ട ഗുളികൾ, എക്കോസ്പ്രിൻ, പിന്നെ ക്ലോപ്ഡോഗ്രിൽ എന്ന് പറയുന്ന കുറേ ഗുളികളുണ്ട്. ആ ഗുളികളൊക്കെ ലൈഫ് ലോങ് ആയിട്ട് കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അതിന് റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഏത് തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, ആ രോഗിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടോ എന്നതനുസരിച്ച് അത് വേരി. സർ നേരത്തെ ലൈഫ് സ്റ്റൈലിനെ പറ്റി ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആണ് ഇപ്പോഴത്തെ ജനറേഷൻ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ നോക്കാതെ ചില തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ മിസ്റ്റേക്സ് എന്നൊക്കെ പറയാം. അത് എന്തൊക്കെയാണ് ജനറലി നമ്മൾ കണ്ടുവരുന്നത്? അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതായിട്ടുള്ളത്? ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അഡിക്ഷൻസ്, സ്മോക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം 100% ഹാർട്ട് അറ്റാക്ക് പ്രോൺ ആൾക്കാരാണ് സ്മോക്കേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഹൈലി റിസ്ക് കാറ്റഗറിയാണ് സ്മോക്കേഴ്സ് എന്ന് പറയുന്നത്. റെഗുലർ ആയിട്ടുള്ള സ്മോക്കേഴ്സ് ശരിക്കും ഹാർട്ട് അറ്റാക്കിന് ഹൈലി പ്രോൺ ആണ്. അപ്പം 100% സ്മോക്കിംഗ് ഒഴിവാക്കണം. രണ്ടാമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫാസ്റ്റ് ഫുഡാണ്. ഫാസ്റ്റ് ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ
കൂടുതൽ പ്രത്യേകിച്ച് ഈ ഫാറ്റി ഫുഡ്. അപ്പോൾ നമ്മൾ ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ നല്ലപോലെ ഒഴിവാക്കണമെന്നാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് ലെസ് ദാൻ 7% നമ്മുടെ ഡയറ്റിൽ പാടുള്ളൂ. രണ്ടാമത് ട്രാൻസ് ഫാറ്റാണ്. ട്രാൻസ് ഫാറ്റ് ഒട്ടുമേ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റും അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റുമാണ് കണ്ടുവരുന്നത്. അപ്പോൾ അത് ഒട്ടും റെക്കമെൻഡ് അല്ല ആ ഒരു ഫാറ്റ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. രണ്ടാമത്തെ നമ്മുടെ ഡയറ്റ് കാറ്റഗറിയിൽ പെടുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, റൈസ് ഐറ്റംസ്. അപ്പോൾ അതും നമുക്ക് ഒരു ഡയബറ്റിക് പ്രോൺ ആയിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരും ഡയറ്റ് കൺട്രോളിൽ കൊണ്ടുവരണം. അതായത് ഈ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണം, പെർസെൻറ്റേജ് കുറയ്ക്കണം. അപ്പോൾ നോർമലി 70% കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്നത്. അതൊരു 30%, 40% താഴെ കൊണ്ടുവരിക. പകരം നമ്മൾ പ്രോട്ടീൻ ഇൻടേക്കും പിന്നെ ഫാറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ ഫാറ്റ് ഒരു മോഡറേറ്റ് ഫാറ്റ്, അതും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് യൂഷ്വലി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അത് നമ്മൾ കൂടുതൽ വെജിറ്റബിൾ ഓയിൽസിലാണ് കാണുന്നത് ഫാറ്റി ആസിഡ്സ്. അതായത് നമ്മൾ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെയാണ് കൂടുതൽ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലിലും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്, ബട്ട് അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഉണ്ട്, മിക്സ്ഡ് ആണ്. സോ പ്രിഫറബിളി നമ്മൾ വെജിറ്റബിൾ ഓയിൽസ് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ വെളിച്ചെണ്ണയിലോട്ട് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോട്ട് പോകാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് തന്നെ നമുക്ക് ഫിഷ് ലിവർ ഓയിലിൻ്റെ ക്യാപ്സൂൾസ് കിട്ടും, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടും. ഇതൊക്കെ നമുക്ക് ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് ഡയറ്റിൽ കൊണ്ടുവരാം. പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പയറുവർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. മാംസാഹാരം നമ്മൾ അനിമൽ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. എഗ്ഗ് ഉപയോഗിക്കാം, ചിക്കൻ ഉപയോഗിക്കാം. ബട്ട് നമ്മൾ റെഡ് മീറ്റ് കെയർഫുൾ ആയിരിക്കണം. റെഡ് മീറ്റ് അത് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. റെഡ് മീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബീഫും മട്ടനും ഒക്കെയാണ്. ഇതാണ് നമ്മൾ പ്രോട്ടീനിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. പിന്നെ റെഗുലറായിട്ട് നമ്മൾ സമീകൃത ആഹാരമാക്കാൻ നോക്കാം. എല്ലാം കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള സമീകൃത ആഹാരമാക്കാൻ നോക്കാം. വെജിറ്റബിൾസ് കൂടുതൽ എടുക്കുക, പിന്നെ ഫ്രൂട്ട്സ് കൂടുതൽ എടുക്കുക, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക, ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക. ഇങ്ങനെ ഒരു സമീകൃത ആഹാരം ആക്കി ഉപയോഗിക്കുക. ഇനി മൂന്നാമത് വരുന്നത് എക്സസൈസ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തായാലും എല്ലാവരും വളരെ ബിസി ഷെഡ്യൂൾ ആകുമ്പോഴത്തെ എക്സസൈസിന് ടൈം കണ്ടെത്താൻ പറ്റാറില്ല. അതെ. അപ്പോൾ എക്സസൈസ് ഹാർട്ടിന് സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് 150 minutes per week എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് എക്സസൈസ് ഉണ്ട്. പിന്നെ എയറോബിക് എക്സസൈസ് എന്ന് പറയും, അനോറോബിക് എക്സസൈസ് എന്ന് പറയും. എയറോബിക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുള്ള എക്സസൈസാണ്. നമ്മുടെ എടുക്കുന്ന ഓക്സിജൻ പൂർണ്ണമായിട്ടും ടിഷ്യൂവിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസാണ് അയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് എനർജി പ്രൊഡക്ഷൻ ഓക്സിജനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഹൃദയത്തിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കിങ്, നമ്മുടെ സ്വിമ്മിങ്, സൈക്ലിങ്, റണ്ണിങ്, ഇതൊക്കെയാണ് സാധാരണ രീതിയിലുള്ള എയറോബിക് എക്സസൈസ്. നമ്മൾ ജിമ്മിൽ പോയിട്ട് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് എനോറോബിക് എക്സസൈസ് ആണ്. കൂടുതലും മസിൽ ഫോക്കസ് ആയിട്ടുള്ള എനോറോബിക് എക്സസൈസുകളാണ്. അത് കൂടുതലും ഹാർട്ടിന് അത്ര റെക്കമെൻഡ് ചെയ്യാറില്ല. സോ എയറോബിക് എക്സസൈസസ് റെഗുലറായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സോൾട്ട് ഇൻടേക്ക് കുറയ്ക്കുക. ഒരു 5 to 6 നമ്മൾ യൂഷ്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കോമൺ ആയിട്ട് ഒരു 8 grams per day ഒക്കെ സോൾട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഹാഫ് ആക്കി ഒരു 4 to 5 grams കുറയ്ക്കുക. പിന്നെ BP ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. അതിന് സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ് ഹാൻഡ്ലിങ്, നമ്മൾ വർക്ക് സ്ട്രെസ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്ത് നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കുക. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈലിൽ ചെയ്യേണ്ട മോഡിഫിക്കേഷൻസ്. സാധാരണയായിട്ട് പനി ഒരു രോഗമല്ല, രോഗകാരണമാണെന്നാണ് നമ്മളോട് പറയാറുള്ളത് അല്ലേ? അപ്പം അത്തരത്തിൽ ഇപ്പം നമ്മൾ ഏതൊരു പ്രോബ്ലം നമ്മുടെ ഹെൽത്തിനെ എടുത്തിട്ടുണ്ടെങ്കിലും അതിന് മുന്നോടിയായിട്ട് ചില സിംറ്റംസുകൾ നമ്മുടെ ബോഡി കാണിച്ചു തുടങ്ങും. അപ്പോൾ ഹാർട്ടിനും അതുപോലെ പ്രോബ്ലം വന്നു തുടങ്ങുന്നതിന് മുൻപായിട്ട് പല പല കാരണങ്ങളും ആളുകളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ അതെല്ലാം മറ്റ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഹാർട്ട് ഡിസീസിലേക്ക് വരുന്ന സമയത്ത് അവർ ഇഗ്നോർ ചെയ്ത് വിടുന്ന അവരുടെ ഏർലി സിംറ്റംസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ തൊട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരേണ്ടത്? ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പറയുന്നത് ചെസ്റ്റ് പെയിനാണ്, നെഞ്ചുവേദന. ഹാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നെഞ്ചുവേദനയാണ്. അപ്പം നമ്മൾ ഏറ്റവും ഒരു 80% ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് വരും, നെഞ്ചുവേദന ഉണ്ടാകും. സോ നെഞ്ചുവേദന എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. അത് ഒരു കാരണം മാത്രമാണ് നമ്മുടെ ഹൃദയാഘാതം. അത് ഗ്യാസ്ട്രിക് പ്രോബ്ലം കൊണ്ടുണ്ടാകാം. പിന്നെ മസ്കുലോസ്കെലറ്റൽ, അതായത് നമ്മുടെ ശ്വാസകോശത്തിന് പുറത്തുള്ള ചട്ടക്കൂടുള്ള മസിൽ പ്രോബ്ലം കൊണ്ടുണ്ടാകാം.
പിന്നെ എല്ലുകളുടെ പ്രോബ്ലങ്ങൾ ഉണ്ടാകാം, പിന്നെ സിമ്പിളായിട്ട് ആൻസൈറ്റി കൊണ്ടും നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകാം, പിന്നെ ലങ്സിനുള്ള അല്ലെങ്കിൽ ശ്വാസകോശത്തിനുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടോ ഒക്കെ നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാകാം. പക്ഷേ ഏതാണെന്ന് നമുക്ക് ഒരു രോഗിക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് ഹാർട്ടിൻ്റെതാണോ ഗ്യാസ്ട്രിക് പ്രോബ്ലം ആണോ. പലരും ഈ ഒരു ചെസ്റ്റ് പെയിൻ വരുമ്പോഴത്തേക്ക് അതിനൊരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ആണ്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരത്തില്ല, ഞാൻ വളരെ ഹെൽത്തിയാണ് എന്ന് വിചാരിച്ചിട്ട് പലരും ടൈം ഡിലേ ചെയ്യാറുണ്ട്. സോ നമുക്ക് ഗ്യാസ്ട്രിക് പെയിനും ഹാർട്ടിൻ്റെ പെയിനും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ സെൻട്രലായിട്ട് നെഞ്ചിൻ്റെ സെൻട്രൽ ഭാഗത്ത് പെയിൻ തുടങ്ങുകയോ അല്ലെങ്കിൽ അത് കയ്യിലോട്ടോ അല്ലെങ്കിൽ കഴുത്തിലോട്ടോ ഒക്കെ വ്യാപിക്കുകയോ ഒക്കെ ചെയ്യാം യൂഷ്വലി. അപ്പം യൂഷ്വലി കാർഡിയാക് പെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്വെറ്റിംഗ് ഉണ്ടാകാം, നമ്മളൊരു വേർപ്പ് ഉണ്ടാകാം, ശ്വാസമുട്ടുണ്ടാകാം, ചിലപ്പോൾ നെഞ്ചിടിപ്പുണ്ടാകാം, ചില ആൾക്കാർക്ക് തലകറക്കം ഉണ്ടാകാം, ചിലപ്പോൾ ബോധക്കേടും ഉണ്ടാകാം. ഇതൊക്കെ ഇങ്ങനെ ഒരു പെയിൻ ആണെങ്കിൽ അത് ഹാർട്ടിൻ്റെ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഗ്യാസ്ട്രിക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പെയിൻ്റെ കൂടെ തന്നെ ഒരു എരിച്ചിലായിരിക്കും ഉണ്ടാവുക. ഹാർട്ടിൻ്റെ പെയിൻ പോലെയല്ല. ഹാർട്ടിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ ഗ്യാസ്ട്രിക് പെയിൻ ആകുമ്പോൾ നമുക്ക് എരിച്ചിൽ പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വായിലോട്ടൊരു നോസിയ എന്ന് പറയും, ജസ്റ്റ് വോമിറ്റിംഗ് ടെൻഡൻസി വരാം, വായിലൊരു പുളിച്ച് തട്ടൽ വരാം, പിന്നെ ആ പെയിൻ ചിലപ്പോൾ വയറിലോട്ട് പോകാം. ഇങ്ങനെയൊക്കെ ഉള്ളത് ഗ്യാസ്ട്രിക് പെയിന് ആയിട്ട് മാറാം. പക്ഷെ നമുക്കത് ഒരു കോമൺ മാൻ അത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെയുള്ള ശ്വാസകോശത്തിലെ പെയിനാണ്. ശ്വാസകോശത്തിലെ പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അസോസിയേറ്റഡ് ആയിട്ട് പനി ഉണ്ടായിരിക്കാം, ചുമയുണ്ടായിരിക്കാം, ശ്വാസം മുട്ടുണ്ടായിരിക്കാം, നമ്മൾ ശ്വാസം എടുക്കുമ്പോഴായിരിക്കും പെയിൻ കൂടുന്നത്. ഇതൊക്കെ ശ്വാസകോശ സംബന്ധമായിട്ടും നമുക്ക് പെയിൻ വരാം. പിന്നെ എല്ലുകളുടെ പെയിൻ നമുക്ക് മൂവ് ചെയ്യുമ്പം നമുക്ക് പെയിൻ അനുഭവപ്പെടാം, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ പെയിൻ അനുഭവപ്പെടാം. ഹാർട്ടിൻ്റെ പെയിൻ ഒരിക്കലും ടച്ച് ചെയ്യുമ്പോൾ കൂടുകയോ കുറയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ബട്ട് നമ്മൾ മസ്കുലോസ്കലിൻ്റെ പെയിൻ, എല്ലുകളുടെയോ മസിലുകളുടെയൊക്കെ പെയിൻ ആകുമ്പോൾ നമുക്കത് മൂവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോഴോ ഒക്കെ പെയിൻ കൂടാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പലതരം ചെസ്റ്റ് പെയിനുകളെ നമ്മൾ വേർതിരിച്ചറിയേണ്ടത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എന്നിരുന്നാലും ഒരു ചെസ്റ്റ് പെയിൻ വരുമ്പോൾ ഏറ്റവും ആദ്യം ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് ECG എടുത്ത് നോക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അത് നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ സ്ട്രെസ്സിനെ പറ്റി ഇപ്പൊ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. വർക്കും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അത്രയും ബിസിയസ്റ്റ് ലൈഫിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് ശരിക്കും നമ്മുടെ ഹാർട്ട് ഹെൽത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് നമ്മളൊന്ന് മനസ്സിലാക്കുക, അതിനെ ഒരു കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? നമ്മൾ സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്ന മെയിൻലി നമ്മുടെ ബോഡിയിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്നൊരു നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. സോ സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻബാലൻസ് ആണ്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഇൻബാലൻസ് ആണ്. സ്ട്രെസ് വരുന്ന ആൾക്കാർക്ക് കൂടുതലും സിമ്പതറ്റിക് ഓവർ ആക്ഷനും പാരാസിമ്പതറ്റിക് അണ്ടർ ആക്ഷനും വരികയാണെന്നുള്ളത്. ആ ഇംബാലൻസ് വരുമ്പോഴാണ് കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ പലതരം ചേഞ്ച് ഉണ്ടാവും. അതിലൊന്ന് ഹൃദയത്തിൻ്റെ ഇടിപ്പ് വേരിയേഷൻ വരിക, BP ഫ്ലക്ച്വേഷൻസ് വരിക, പിന്നെ നമ്മുടെ ചില ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പിനെയും BP ഒക്കെ നിയന്ത്രിക്കുന്ന ചില ഹോർമോൺസിൻ്റെ വേരിയേഷൻ വരിക. നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ കിഡ്നിയിലാണ് ആ ഹോർമോൺസ് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പതറ്റിക് ഡ്രൈവ് അല്ലെങ്കിൽ സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി വരുമ്പോൾ ഈ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് വരിക. സോ അങ്ങനെ നമുക്ക് കാർഡിയാക് ആക്ടിവിറ്റിക്ക് വ്യത്യാസം വരിക. അതാണ് ഒരു നമ്പർ 1 ആയിട്ട് നമ്മൾ ഈ സ്ട്രെസ് കൊണ്ട് എങ്ങനെയാണ് ഹാർട്ടിന് പ്രോബ്ലം വരുന്നത് എന്നുള്ളത്. അത് നമ്മൾ സ്ട്രെസ് പല രീതിയിൽ വരാം. നമുക്ക് ഉറക്കമില്ലായ്മ വരാം, നെഞ്ചിടിപ്പ് കൂടുന്ന അവസ്ഥ വരാം, അപ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുന്നു, ഉറക്കമില്ലായ്മ വരുമ്പോൾ സ്ട്രെസ് കൂടുന്നു. സോ സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. സ്ട്രെസ് ഹോർമോൺസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ചില ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്ട്രെസ് ഹോർമോൺസ് എന്നാണ് പറയുന്നത്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അത് അമിതമായിട്ട് ഉണ്ടാക്കും. സോ ഇതിൻ്റെ റിസപ്റ്റേഴ്സ് എല്ലാം നമ്മുടെ ഹാർട്ടിലുണ്ട്. സോ ഈ റിസപ്റ്റേഴ്സിലെല്ലാം ഇത് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായ ചേഞ്ചസ് നമ്മുടെ ഹാർട്ടിലുണ്ടാകും. സോ അതാണ് സ്ട്രെസ് കൊണ്ട് എങ്ങനെയാണ് ഹാർട്ടിന് പ്രോബ്ലം വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ ഗുഡ് കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോളിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഈ ഗുഡ് കൊളസ്ട്രോളിനെ പറ്റി ഒരുപാട് പണ്ട് തൊട്ടേ ആളുകൾ പറഞ്ഞു കേൾക്കുന്നത് നമ്മളൊരു കാര്യമാണ്. ശരിക്കും അത് ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണോ, അതോ ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, അത് ഓവർ ഹൈപ്ഡ് കാര്യമല്ല. അതിന് നമുക്ക് 2 തരം കൊളസ്ട്രോൾ ഉണ്ട്. ബാഡ് കൊളസ്ട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് LDL ഗ്രൂപ്പിൽപ്പെട്ട ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയും. സോ LDL ഗ്രൂപ്പിൽപ്പെട്ട കൊളസ്ട്രോളാണ് നമുക്ക് ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. എന്താണിത് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലും അല്ലെങ്കിൽ രക്തക്കൊല്ലൊക്കെ അടിഞ്ഞിരിക്കുന്ന കൊളസ്ട്രോളിനെ തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്ത് മെറ്റബോളിസിന് അല്ലെങ്കിൽ തിരിച്ച് ട്രാൻസ്പോർട്ട് ലിവറിലേക്ക് കൊണ്ടുപോകുന്നതാണ് HDL എന്ന് പറയുന്ന ഗുഡ് കൊളസ്ട്രോൾ. സോ HDL ഉണ്ടെങ്കിൽ നമ്മുടെ ഈ
ഡെപ്പോസിറ്റിംഗ് കൊളസ്ട്രോൾ കുറയത്തുള്ളൂ. ഈ ബ്ലഡ് വെസലിലുള്ള ഡെപ്പോസിറ്റിംഗ് കൊളസ്ട്രോൾ കുറയത്തുള്ളൂ. സോ HDL എപ്പോഴും ഗുഡ് കൊളസ്ട്രോൾ തന്നെയാണ്. അപ്പോൾ ഒരു നോർമൽ വ്യക്തിക്ക് മോർ ദാൻ 40 എങ്കിലും HDL കൊളസ്ട്രോൾ വേണമെന്നാണ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. ബാഡ് കൊളസ്ട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് LDL എന്തുകൊണ്ടാണ് ബാഡ് കൊളസ്ട്രോൾ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോൾ ആണ് നമ്മുടെ രക്തക്കുഴലുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ അത് 2 തരത്തിലുണ്ട്. LDL ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്മോൾ LDL ഉണ്ട്. സ്മോൾ LDL എന്ന് അതിനേക്കാൾ കുറച്ചുകൂടെ ഡെൻസിറ്റി കുറഞ്ഞ സ്മോൾ LDL ഉണ്ട്. അപ്പോൾ ഈ സ്മോൾ LDL കൂടുതൽ കണ്ടുവരുന്നത് ഡയബറ്റിക് പേഷ്യൻസിനാണ്. സോ ഈ 2 കൊളസ്ട്രോളും ഡേഞ്ചറസ് ആണ്. സോ അത് നമുക്ക് രക്തക്കുഴലിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന് മെറ്റബോളിസ് ചെയ്ത് കളയുന്നതിനേക്കാൾ എക്സസ് ആയിട്ട് ഈ കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുമ്പോഴത്തേക്ക് അത് ഹൃദയത്തിന്റെ രക്തക്കുഴലിലോ അല്ലെങ്കിൽ ശരീരത്തിന് എവിടെയൊക്കെ രക്തക്കുഴലുണ്ടോ അവിടെയൊക്കെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവും. അവിടെ ഒരു സ്ട്രെസ്സാണ്. അത് നമ്മുടെ മെന്റൽ സ്ട്രെസ് അല്ല, അത് നമ്മുടെ രക്തക്കുഴലിലെ സ്ട്രെസ്സാണ്. അതിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. സോ ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് ഇനിഷ്യൽ ഇവന്റ്. ആ ഒരു ഇവന്റ് കാരണം കഴിഞ്ഞിട്ടാണ് അത് ഒരു അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് പോവുകയും അത് ഹൃദയത്തിന്റെ ബ്ലോക്കിന് അല്ലെങ്കിൽ രക്തക്കുഴലിന്റെ ബ്ലോക്കിന് കാരണമാവുകയും ചെയ്യുന്നത്. ഹൃദയത്തിന്റെ രക്തക്കുഴൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ആയി. പക്ഷേ പിന്നെ നമ്മുടെ തലച്ചോറിലുള്ള രക്തക്കുഴൽ ബ്ലോക്ക് വന്നത് പക്ഷാഘാതമായി. പിന്നെ കാലിൽ താഴോട്ടുള്ള രക്തക്കുഴൽ ബ്ലോക്ക് വന്നത് അത് പെരിഫറൽ വാസ്കുലർ ഡിസീസ്. അങ്ങനെ പല എവിടേക്കാണ് രക്തക്കുഴൽ ബ്ലോക്ക് വരുന്നത് അതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു രോഗത്തിനായാലും പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്ന കുറെ മിത്തുകളും ഫാക്റ്റുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ റാൻഡം ആയിട്ട് കേട്ട ഒരു കാര്യമാണ്, അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ക്വയർ ഓഫ് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത് ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഭയങ്കര യൂസ്ഫുൾ ആണ് എന്നുള്ളൊരു കാര്യം കേട്ടു. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണോ? അതെ, അത് സത്യമാണ്. ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ സ്റ്റഡീസ് പറയുന്നത് ഹാർട്ടിനല്ല, പ്രധാനമായിട്ടും ഹൈപ്പർ ടെൻഷനാണ്. സോ BP അമിതമായിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ BP ബോർഡർ ലൈൻ നിൽക്കുന്ന ആൾക്കാർ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് BP കൺട്രോൾ ആകുന്നുണ്ടെന്നുള്ള സ്റ്റഡീസ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊരു മരുന്നല്ല, ബട്ട് ഒരു കൺട്രോൾ ആകും. നമ്മളിപ്പോൾ സാൾട്ട് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ BP വരുന്ന ആൾക്കാർക്ക് കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ സാൾട്ടിന്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുന്നത് പോലത്തെ ഒരു ജസ്റ്റ് ഒരു സപ്ലിമെന്റ് മാത്രമാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അല്ലെന്ന് പറയുന്നില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ ഹാർട്ട് ട്രീറ്റ്മെന്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ ട്രീറ്റ്മെന്റിന്റെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഹാർട്ട് ട്രീറ്റ്മെന്റിൽ വന്നിട്ടുള്ള ഒരുപാടൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുള്ളത്? അതെ, ഇപ്പോൾ ഹാർട്ട് നമ്മൾ മെയിനായിട്ട് ഇന്റർവെൻഷൻ ഫീൽഡിലാണ് കൂടുതൽ ചേഞ്ച് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന സ്റ്റെൻറ്റുകളല്ല, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്റ്റെൻറ്റുകളും മെത്തേഡ്സും അല്ല നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. പണ്ട് നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റാത്ത രക്തക്കുഴലുകൾ ഉണ്ടായിരുന്നു. സിവിയറായിട്ട് കാൽസ്യം അടിച്ചു കൂടുന്ന രക്തക്കുഴൽ, അല്ലെങ്കിൽ 100% നമുക്ക് വയറ് പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊറോണറി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ വയറ് പാസ് ചെയ്യാൻ പറ്റാത്ത ലീഷനുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ ആ പേഷ്യൻസിനൊക്കെ സർജറിക്ക് വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ടെക്നോളജി എല്ലാം മാറി. അപ്പോൾ ഇന്ന് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബലൂൺസുകൾ അവൈലബിൾ ആണ്. ഈ ലീഷൻസ് ഡയലേറ്റ് ചെയ്യാനും കാൽസ്യം ബ്രേക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ്. അതിന് അതറക്ടമി എന്ന് പറയും. റൊട്ടാബ്ലേഷൻ എന്ന് പറയുന്ന നമ്മൾ കല്ലുകൾ പൊടിക്കുന്ന അല്ലെങ്കിൽ കാൽസ്യം പൊടിക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. കല്ലുകൾ പൊടിക്കുന്ന ബലൂൺസ് അവൈലബിൾ ആണ്. ലേസർ ചികിത്സ അവൈലബിൾ ആണ്. അപ്പോൾ ലേസർ കൊണ്ട് നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻസ് ടെക്നോളജി ഇപ്പം എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അഡ്വാൻസ് ടെക്നോളജി വെച്ച് നമുക്ക് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൊറോണറി ലീഷൻസിനെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള രോഗികളെ സർജറിക്ക് വിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ലേസറാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റിയിൽ ഏറ്റവും ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. സോ ലേസർ ഉപയോഗിച്ച് നമ്മൾ കാൽസ്യം പൊടിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുന്ന രക്തക്കുഴലിനെ തുറക്കുക, ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു. ടെക്നോളജിയുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ജനറേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വെയറബിൾ ഗാഡ്ജറ്റ്സ്, അതായത് ഇപ്പോൾ സ്മാർട്ട് വാച്ച് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുമോ? നമ്മളും ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു തരം മോണിറ്ററിങ് മെത്തേഡാണ് ഈ പറയുന്ന വെയറബിൾ ഗാഡ്ജറ്റ്സ്. അപ്പോൾ അതിൽ നമ്മളിപ്പം അവൈലബിൾ ഉള്ള ആപ്പിൾ വാച്ചസിൽ നമുക്ക് പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ BP മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, റെസ്പിറേറ്ററി റേറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ സാച്ചുറേഷൻ ലെവൽ ഓക്സിജൻ്റെ അളവ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ECG മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന വാച്ചുകളും ഇതുണ്ട്. അപ്പം ECG റിതം മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കലോറി
വിനിയോഗം, നമ്മൾ എത്രത്തോളം കലോറി എടുക്കുന്നുണ്ട്, എത്രത്തോളം കലോറി നമ്മൾ ഒരു ദിവസം വിനിയോഗിക്കുന്നുണ്ട് എന്നത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ പ്രിവെൻറ്റീവ് ആസ്പെക്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു മെത്തേഡ്, മോണിറ്ററിങ് മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ കലോറിയുടെ അളവ്, ഈ പറയുന്ന നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എത്ര സ്റ്റെപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, എത്ര കലോറി ഒരു ദിവസം യൂസ് ചെയ്തു, നമ്മൾ ഇനി എത്ര യൂസ് ചെയ്യാൻ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. പിന്നെ അരിത്മിയ പ്രോണായിട്ടുള്ള ആൾക്കാർ, അരിത്മിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഹാർട്ടിന് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മോണിറ്ററിങ് എപ്പോഴും നല്ലതാണ്. എപ്പോഴും അറിയാൻ പറ്റും, ECG മോണിറ്റർ ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് റെക്കോർഡ് ആയിട്ടുള്ള ഇവന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റ് OPയിൽ വരുമ്പോഴേക്കും റെക്കോർഡ് ഇവന്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. സോ അരിത്മിയ വരുന്ന സമയത്തായിരിക്കത്തില്ല അതിന് ശേഷമുള്ള ECG, ചിലപ്പോൾ അതിനുശേഷം ECG നോർമൽ ആയിരിക്കാം. സോ ആ ഒരു സമയത്തായിരിക്കും, ഇവന്റ് വരുന്ന സമയത്തായിരിക്കും ആ ഒരു വേരിയേഷൻ വരുന്നത്. സോ അത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കും. ഓക്കെ, ഒരു ഹെൽത്തി അഡൽട്ട് എത്ര പ്രാവശ്യം അവരുടെ ഹാർട്ടിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം? ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണമെന്നാണ്. ഹെൽത്ത് ചെക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് ചെക്കപ്പും ചെയ്യണം, ഹാർട്ട് ചെക്കപ്പും ചെയ്യണം. അപ്പം ബ്ലഡ് ചെക്കപ്പിൽ നമ്മൾ പ്രോണായിട്ടുള്ള ആൾക്കാർ ഡയബറ്റിസ്, പിന്നെ കൊളസ്ട്രോൾ ലെവല്, ഏറ്റവും ഹാർട്ട് ഓക്കെ ആണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ചെക്ക് ചെയ്യണം. LDL ലെവൽ നോർമലാണോ, HDL ലെവൽ നോർമലാണോ, ഡയബറ്റിക് പ്രോൺ ആണോ, HbA1c എന്ന് പറയും, നമ്മുടെ ഡയബറ്റിസ് ഉണ്ടോ, ഡയബറ്റിസ് പ്രോൺ ആയിട്ടുള്ള ആളാണോ. പിന്നെ പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററിയുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഇയർലി ഒരിക്കലെങ്കിലും ഇതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെയുള്ളത് നമ്മൾ ECG, നോർമലായിട്ടുള്ള ECG എക്കോ ടെസ്റ്റ് ചെയ്യുക. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉള്ളത് കൊണ്ടല്ല, ബട്ട് ഹാർട്ട് അറ്റാക്ക് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജനിതകപരമായിട്ട് എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരാണോ എന്ന് നമുക്ക് ECGയിലൂടെയും എക്കോയിലൂടെ ഒരുവിധം തിരിച്ചറിയാൻ പറ്റും. പിന്നെയുള്ളത് TMT ടെസ്റ്റാണ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹാർട്ടിന് ഏതെങ്കിലും ചെറിയ ശതമാനത്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ. 70% മുതൽ 90% വരെ ബ്ലോക്കുള്ള ആൾക്കാർക്ക് നമുക്ക് ചിലപ്പോൾ TMT ചെയ്യുമ്പോഴത്തേക്ക് നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നെഞ്ചുവേദന അനുഭവപ്പെടുക, ECGയിൽ TMT ചെയ്തുകൊണ്ട് ECGയിൽ ചേഞ്ചസ് വരിക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് TMT ചെയ്ത് നോക്കാം. അപ്പോൾ ആനുവലി ഒരു ഹൈ പ്രോണായിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ഉള്ള ആൾക്കാർ, ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, BP ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, ഇവരൊക്കെ ഒരു TMT ചെയ്ത് അല്ലെങ്കിൽ എക്കോ TMT ചെയ്ത് നമ്മൾ ഒരിക്കലെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ജസ്റ്റ് TMT ചെയ്ത് നോക്കാം. പിന്നെ ബ്ലഡ് ടെസ്റ്റ് പ്രോണായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ഡയബറ്റീസ് പ്രോൺ ആണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക, പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞാൽ കൊളസ്ട്രോൾ ലെവൽ അനുസരിച്ച് അതിനുള്ള പ്രിക്കോഷൻസ്, പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക. അപ്പോൾ ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ നമ്മൾ ഇത്രയും നേരം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സാക്ട്ലി ഇത് എന്താണ് എന്നുള്ളത് അറിയില്ലാത്ത ആളുകളുണ്ടാവും. അപ്പം എക്സാക്ട്ലി അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഒരു ടെസ്റ്റാണ്, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ. സോ ആൻജിയോഗ്രാം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് രക്തക്കൊഴലുകൾ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് എന്നറിയാനായിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ രക്തക്കൊഴലിലോട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്യുക. അത് സേഫായിട്ടുള്ള ഡൈ, കോൺട്രാസ്റ്റ് എന്ന് പറയും, സേഫായിട്ടാണ് നമ്മുടെ ഹെൽത്തിന് സേഫായിട്ടുള്ള കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്തിട്ട് എക്സ്റേ ഉപയോഗിച്ച് നമ്മൾ ഹൃദയത്തിൻ്റെ രക്തക്കൊഴലിൽ കാണുന്നതാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. സോ നമ്മളത് കൈകളിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ കാലിലൂടെ രക്തക്കൊഴലിലൂടെ ചെയ്യാം, കൈകളുടെ രക്തക്കൊഴലിലൂടെ ചെയ്യാം. സോ ആൻജിയോഗ്രാമിൽ എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ടെന്നനുസരിച്ചാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വേണമോ വേണ്ടയോ എന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ സാധാരണ രീതിയിൽ 70% താഴെയുള്ള ബ്ലോക്കുകൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി നിർദ്ദേശിക്കാറില്ല. 70% മുകളിൽ ഉള്ള ബ്ലോക്കുകൾ, അല്ലെങ്കിൽ ലെഫ്റ്റ് മെയിൻ, അതായത് മെയിൻ രക്തക്കൊഴലിൽ 50% മുകളിൽ ബ്ലോക്ക്, ഹാർട്ടിന് നല്ല രീതിയിലുള്ള പിന്നെ പെയിൻ, ചെസ്റ്റ് പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കുക, ഹീമോഡൈനാമിക് വേരിയബിളിൻ്റെ ഒരു BP ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് എന്തായാലും ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമുണ്ടേക്കാം. ആൻജിയോപ്ലാസ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഹൃദയത്തിൻ്റെ ബ്ലോക്കിനെ നമ്മൾ ഡയലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു 2 ഭാഗത്തോട്ടും നമ്മൾ ബലൂൺ വെച്ച് ഡയലേറ്റ് ചെയ്തിട്ട് അത് സ്റ്റെബിലൈസ് ചെയ്യുക. അത് ആ ഒരു ബ്ലോക്ക് 2 ഭാഗത്തോട്ടും മാറ്റി വെച്ച് ഒരു സ്റ്റെൻഡ് എന്ന് പറയും, ഒരു സ്പ്രിങ് പോലത്തെ മെറ്റീരിയൽ ഉപയോഗിച്ച് ബ്ലോക്ക് മാറ്റാം. എന്നിട്ട് രക്തഓട്ടം പൂർണ്ണമായി പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇതിപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ചില കേസുകളിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത ചില കേസുകളുണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഒന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത കേസുകളെന്ന് വെച്ചാൽ നമുക്ക് തുറക്കാൻ പറ്റാത്ത രക്തക്കുഴലുകൾ ഉണ്ടായിരിക്കാം, സിവിയറായിട്ട് കാൽസ്യം അടിഞ്ഞുകൂടിയ രക്തക്കുഴൽ ഉണ്ടായിരിക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് നമ്മൾ ബൈപ്പാസ് സർജറി റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റെൻറ്റ് വേണ്ട കേസ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി, മോർ ദാൻ 5 or 6
സ്റ്റെൻഡൊക്കെ വേണ്ടി വരുന്ന കേസുകൾ, പിന്നെ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ബൈപ്പാസ് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ രോഗിക്ക് നിർദ്ദേശിക്കാറുണ്ട്. അപ്പം ഡയറ്റും എക്സസൈസും നമ്മുടെ ഹെൽത്തി ഹാർട്ടിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സ്ലീപ്പിനെ പറ്റി സാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം ഉറക്കം ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഹാർട്ടിന് വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വലിന് ഇമ്പോർട്ടൻ്റ് ആണ്? സോ 6 to 7 hours ആണ് സ്ലീപ്പ് നമുക്ക് വേണ്ടത്. സോ സ്ലീപ്പ് എന്ന് പറയുന്ന 2 തരം ഉണ്ട്. NREM സ്ലീപ്പ് എന്നും REM സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് 2 തരം സ്ലീപ്പ് ഉണ്ട്. സോ നമ്മൾ കൂടുതലും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന ഏർലി മോർണിംഗ് പീരീഡിലാണ്. സോ അതൊരു സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ അതിനുണ്ട്. സോ REM സ്ലീപ്പിലാവുമ്പോഴായിരിക്കും കൂടുതൽ ഹാർട്ട് റേറ്റ് കൂടുക, പിന്നെ സിമ്പത്തറ്റിക് ഡ്രൈവ് കൂടുക. സോ ആ ഒരു പീരീഡിൽ ഹാർട്ട് അറ്റാക്ക്, പിന്നെ കോർട്ടിസോളിന്റെ അളവ് ശരീരത്തിൽ ഏർലി മോർണിംഗിൽ കൂടുന്നു. സോ ആ ഒരു സമയത്തായിരിക്കും ഹാർട്ട് അറ്റാക്ക് കൂടുതൽ ചാൻസ് ഉള്ള, ഹാർട്ട് പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ, എല്ലാവരും എല്ലാം പറയുന്നത് പ്രോൺ ആയിട്ടുള്ള ആൾ. സ്ലീപ്പ് നമ്മൾ 6 to 7 hours ആണ് ഒരു ഹെൽത്തി സ്ലീപ്പ് എന്ന്, അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കണം, അൺഡിസ്റ്റർബ്ഡ് ഹെൽത്തി സ്ലീപ്പ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്റൻസ് വർക്ക്ഔട്ട് ആണോ അതോ ഷോർട്ട് ആൻഡ് കാം ആയിട്ടുള്ള വർക്ക്ഔട്ട് ആയിരിക്കും നമ്മുടെ ഹെൽത്തി ഹാർട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞത് 2 തരത്തിലുള്ള എക്സസൈസ് നമ്മൾ പറഞ്ഞായിരുന്നു, എയറോബിക് എക്സസൈസും എനോറോബിക് എക്സസൈസും. നമ്മൾ 2 രീതിയിലുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ഉണ്ട്, ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ഉണ്ട്. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 150 minutes per week ആണ്. ഓക്കെ, അത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി. അത് നമ്മൾ സാധാരണ നമ്മുടെ വാക്കിങ്, സൈക്ലിങ്, പിന്നെ റണ്ണിങ്, സ്വിമ്മിങ്, ഇതൊക്കെയാണ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ. സോ അത് നമ്മൾ 150 minutes per week ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹെവി എക്സസൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 70 minutes per week മതിയാവും. ഹെവി എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നതായിരിക്കും ഹെൽത്തി. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിന് അവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന, ഹാർട്ടിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു 3 ടിപ്പ് പറയാം അവിടെ. ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. ഡയറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പ്രോപ്പർ ഡയറ്റ്. അപ്പം എങ്ങനെയാണ് ആ ഒരു പ്രോപ്പർ ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പക്ക നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം? സ്ട്രിക്റ്റ് ഡയറ്റ്, നമ്മൾ ആഡഡ് ഷുഗേഴ്സ് കംപ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ബീവറേജസ്, നമ്മൾ ഷുഗേർഡ് ബീവറേജസ് ഉള്ള അത് ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ് അധികം ഉപയോഗിക്കാതിരിക്കുക. ബേക്കറി ഐറ്റംസ് എല്ലാം ട്രാൻസ് ഫാറ്റ് കൊണ്ടാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്. സോ അത് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറയ്ക്കുക. സമീകൃത ആഹാരം എന്ന് പറയും. നമ്മൾ കാർബ്സ് കുറയ്ക്കുക, കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആക്കുക, പ്രോട്ടീൻസ് കൂടുതലാക്കുക. പിന്നെ അങ്ങനെ സമീകൃത ആഹാരമായി കഴിക്കുക. പിന്നെ ഇടയ്ക്ക് ഒരു സപ്ലിമെന്റ്സ് എടുക്കുക. സപ്ലിമെന്റ്സ് നമ്മൾ omega-3 ഫാറ്റി ആസിഡ് സപ്ലിമെന്റ്സ് എടുക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ D സപ്ലിമെന്റ് എടുക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ E സപ്ലിമെന്റ് എടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റ്സ് ആണ്. അപ്പൊ അത് ഒരുവിധം ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഡയറ്റിൽ വേറെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, നേരത്തെ പറഞ്ഞതുപോലെ വെജിറ്റബിൾ ഓയിൽസ് ഉപയോഗിക്കാൻ നോക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ സപ്ലിമെന്റ്സ് എടുക്കുക എന്ന് പറഞ്ഞു. ഇപ്പം ജനറലി ഇത് ആൾക്കാർ കേൾക്കുന്ന ഒരു കാര്യമാണ്, സപ്ലിമെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നുള്ളത്. പക്ഷെ ചിലപ്പോഴൊക്കെ അതൊരു ഡോക്ടർ കൺസൾട്ടേഷൻ ഇല്ലാതെ എടുക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പം അവരോട് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? ഒരിക്കലും ഒരു മെഡിസിൻസും സെൽഫായിട്ട് എടുക്കാതിരിക്കുക, അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. പലർക്കും പല രീതിയിലുള്ള ഹെൽത്ത് ആയിരിക്കും, പലർക്കും പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ജനിതകപരമായി പലരും പല രീതിയിലായിരിക്കും. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വലും സെയിം അല്ല. ഇപ്പൊ നമ്മൾ സപ്ലിമെന്റ് അവർ കഴിക്കുന്നുണ്ടല്ലോ, ഞാൻ കഴിച്ചാൽ എന്താണ്? അപ്പോൾ ഓരോരുത്തർക്കും ബ്ലഡിലെ വൈറ്റമിൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് എക്സസ് ആയിട്ട് മാറും. അപ്പോൾ എക്സസ് ആയിട്ട് മാറുന്നത് ഡെഫിഷ്യൻസിയേക്കാൾ പ്രോബ്ലം ആണ്. സോ എക്സസ് ആയിട്ട് മാറുന്ന പ്രശ്നങ്ങൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. ഡെഫിഷ്യൻസി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് എക്സസ് ആയിട്ട് മാറുക, സപ്ലിമെന്റ് റെഗുലറായിട്ട് എടുത്തുകൊണ്ട് എക്സസ് ആയിട്ട് മാറുന്നത് ഡെഫിഷ്യൻസിയേക്കാൾ പ്രോബ്ലം ആണ്. സോ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സപ്ലിമെന്റ്സ് മാത്രമേ നമ്മൾ എടുക്കാവൂ. അനാവശ്യമായി നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഒരു രോഗിയെ കണ്ട് ആ രോഗിക്ക് എന്ത് സപ്ലിമെന്റ് ആണ് വേണ്ടത്, അപ്പം ഇൻഡിക്കേഷൻ ഉണ്ടോ, ആ രോഗി ഡയബറ്റിക് ആണോ, ഹൈപ്പർടെൻസീവ് ആണോ, ഹാർട്ട് ഡിസീസിന്റെ ചാൻസ് ഉണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ, അല്ലെങ്കിൽ മെറ്റബോളിക്കലി ആള് ഇംബാലൻസ്ഡ് ആണോ. സോ ഇങ്ങനെ ഒരു ഹെൽത്ത് അസസ്മെന്റ് ചെയ്തതിന് ശേഷമാണ് അയാൾക്ക് എന്ത് തരം വൈറ്റമിൻ സപ്ലിമെന്റ് വേണമെന്ന് നിർദ്ദേശിക്കുന്നത്. പിന്നെ പോസ്റ്റ് വൈറൽ, അപ്പം ചില ആൾക്കാർക്ക് ഫീവർ വന്ന് ഭയങ്കര ഫെറ്റീഗ് ആയിരിക്കും. അപ്പൊ അവര് പോയിട്ട് സപ്ലിമെന്റ്സ് മേടിച്ച് കഴിക്കുന്നുണ്ട്. സോ ചിലപ്പോൾ അത് വേറെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഒരു സപ്ലിമെന്റ് എടുത്തെന്ന് പറഞ്ഞാൽ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ എപ്പോഴും എക്സസ് ആകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. സോ എപ്പോഴും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് കേട്ട് മാത്രം പ്രോപ്പർ ആയിട്ടുള്ള സപ്ലിമെന്റ് എടുക്കുക എന്നുള്ളതാണ് എന്റെ അഡ്വൈസ്.
ഓക്കെ സാർ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസൈറ്റ്സ് നമുക്ക് നൽകിയതിന്. ആൻഡ് ഹൃദയം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഏറ്റവും വിലപ്പെട്ട ഒരു അവയവം തന്നെയാണ്. അപ്പോൾ ഹാർട്ടിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. നമ്മുടെ ഹാർട്ട് ഹെൽത്ത് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് അറിവുകൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് സെഷൻസ് ഒക്കെ ആയിട്ട് ലൗഡ് സ്പീക്കറിന്റെ മറ്റൊരു അധ്യായത്തിൽ കേൾക്കുന്നത് വരെ ഇറ്റ്സ് മീ RJ ഏലിക്കുട്ടി സൈനിങ് ഓഫ്. നാളെയുടെ കരുത്ത് ഇന്നത്തെ ആരോഗ്യമാണ്. ലൗഡ് സ്പീക്കറിൽ കേൾക്കാം ഹെൽത്തി ടിപ്സ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.